السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിത സഹോദരങ്ങളെ, അശ്ശമാഇലുൽ മുഹമ്മദിയ പാർട്ട് 9, മൂന്നാമത്തെ അധ്യായം. ബാബു മാ ജാഅ ഫി ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയിൽ വന്ന ഹദീസുകൾ. ഹദ്ദസനാ അലി ഇബ്നു ഹുജ്റിൻ قال أخبرنا إسماعيل بن إبراهيم عن حميد عن أنس بن مالك أنه قال كان شعر رسول الله صلى الله عليه وسلم إلى نصف أذنيه. റസൂലുള്ളാഹിൻ്റെ തലയിലെ മുടിയായിരുന്നു രണ്ട് ചെവിയുടെ പകുതി വരെ ആയിരുന്നു. അങ്ങനെ ഈ റിവായത്ത്. അടുത്ത ഹദീസിൽ ഹദ്ദസനാ ഹന്നാദ് ബിനു സരിയ്യ് ഖാല അഖ്ബറനാ അബ്ദുറഹ്മാൻ ബിനു അബി സിനാദി അൻ ഹിശാം ബിനു ഉർവത്ത് അൻ അബീഹി അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്. ആയിഷ ബി പറയുന്നു, കുന്തു അഗ്തസിലു അന വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇനാഇൻ വാഹിദിൻ. ഞാനും അള്ളാഹിൻ്റെ റസൂലും ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു. വകാന ലഹു ശഅറുൻ ഫൗഖൽ ജുമ്മത്തി വദൂനൽ വഫറത്തി. റസൂലുള്ളാഹിക്ക് മുടിയുണ്ടായിരുന്നു ജുമ്മത്തിൻ്റെ മേലെയും എന്നാൽ വഫറത്തിൻ്റെ താഴെയുമായിട്ട്. ജുമ്മത്ത് മുറ്റി വളരുന്ന മുടി, വഫറത്ത് നീണ്ടു തൂങ്ങിയ മുടി, ലിമ്മത്ത് ചെവിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന മുടി എന്നൊക്കെയാണ് അർത്ഥം. വഫറത്താവുമ്പോൾ രണ്ട് ചുമലിലേക്ക് അത് ചേർന്നിട്ടില്ല. ഫയ്യ മാലം യസിൽ ഇലൽ മങ്കിബൈനി. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ മാ സഖത മിൻ ശഅരി റഅസി വ വസല ഇലൽ മങ്കിബൈനി. തലയുടെ മുടിയിൽ നിന്ന് താഴേക്ക് വന്ന് രണ്ട് ചുമലിലേക്ക് എത്തിയതാകുമ്പോൾ ജുമ്മത്താണ്, ചുമലിലേക്ക് എത്താത്തതാകുമ്പോൾ വഫറത്താണ്. ഇനി ലിമ്മത്ത് എന്നുള്ളത് ചെവിത്തൊട്ടിയെ വിട്ട് കടന്ന മുടി, അത് ചുമലിലേക്ക് ചേർന്നാലും ശരി ചേർന്നില്ലെങ്കിലും ശരി എന്നാണ് ഉദ്ദേശം. ഇതൊക്കെ മുമ്പ് വിശദീകരിച്ചു പോയതാണ്. ഇത് റസൂലുള്ളാഹിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെ അനാവരണം ചെയ്തുകൊണ്ടുള്ളതാണ് ഈ പറച്ചിലൊക്കെ. എല്ലാ സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് എന്ന അർത്ഥത്തിലല്ല എന്നിങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് ശുറാഹുകൾ. വൽമുറാദു അൻ യകൂന കദാലിക ഫി ബഅദിൽ അഹ്വാലി. രണ്ട് ചെവിയുടെ പകുതി വരെ എന്നൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഉള്ളത് അനുസരിച്ചാണ് പറയുന്നത്. ഫലാ യുനാഫി അൽ അഹാദീസ് അൽ ദാലത്ത അലാ കൗനിഹി ബാലിഗൻ മങ്കിബൈഹി. രണ്ട് ചുമലിലേക്ക് എത്താറുണ്ട് എന്നതിൻ്റെ മേലെ അറിയിക്കുന്ന ഹദീസുകൾ ഇതിനോട് എതിരല്ല. അത് വേറെ സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശം. അൽ മവാഹിബുൽ ലദുന്നിയ ഹാഷിയത്തുൽ ബാജൂരി 56. അടുത്ത ഹദീസ് ഹദ്ദസന അഹ്മദ് ബിനു മനീഇൻ ഖാല ഹദ്ദസന അബൂ ഖതനിൻ ഖാല ഹദ്ദസന ശുഅബത്തു അൻ അബീ ഇസ്ഹാഖ് അൽ ബറാഇ ബിൻ ആസിബിൻ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർബൂഅൻ. റസൂലുള്ളാഹി ഒത്ത മനുഷ്യനായിരുന്നു. ബഈദമാ ബൈനൽ മങ്കിബൈനി. രണ്ട് ചുമലിൻ്റെ ഇടയിലുള്ള ഒന്ന് വിശാലമായതായിരുന്നു. ഇതൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ്. വകാനത്ത് ജുമ്മത്തുഹു തളിരിബു ശഹമത്ത ഉദനൈഹി. റസൂലുള്ളാഹിൻ്റെ ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ ജുമ്മത്തിൻ്റെ മുഅ്ളമും ഭൂരിഭാഗവും അത് രണ്ട് ചെവിയുടെ ആ തൊട്ടിയിലേക്ക് ചേരാറുണ്ടായിരുന്നു.
ബാക്കിയുള്ളത് അധികവും അങ്ങനെ നിൽക്കും, ബാക്കിയുള്ളത് ചുമരിലേക്ക് എത്തും ചെയ്യും എന്നർത്ഥം. കാനത്ത് ജുമ്മത്തുഹു എന്ന് പറഞ്ഞാൽ മുഅ്ളമുഹ യസിലു ഇലാ ഷഹമത്തിൽ ഉദ്നൈഹി. ആ ജുമ്മത്തിൻ്റെ ഭൂരിഭാഗവും ഈ ചെവിത്തൊട്ടിയിലേക്ക് ചേരും. വ ബഖിയ്യതുഹ ഇലൽ മങ്കിബൈനി, ബാക്കിയുള്ളത് രണ്ട് ചുമരിലേക്കും ചേരും. ഇനി ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ ഖാല ഹദ്ദസന വഹബ് ബിൻ ജരീർ ബിൻ ഹാസിമിൻ ഖാല ഹദ്ദസനി അബി അൻ ഖതാദത ഖാല ഖുൽതു ലി അനസിൻ, ഞാൻ അനസ് എന്നവരോട് ചോദിച്ചു, കൈഫ കാന ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുടി എങ്ങനെയായിരുന്നു? ഖാല റസൂലുള്ള പറഞ്ഞു, ലം യകും ബിൽ ജഅദി വലാ ബിസ്സബ്തി, മുടി നന്ന ജടകുത്തിയതോ എന്നാൽ പറ്റ നീണ്ടു നിൽക്കുന്നതോ ആയിരുന്നില്ല, രണ്ടിൻ്റെയും ഒരു മധ്യനിലയിൽ അല്പം ചുരുളോട് കൂടെ ഉള്ള ഒരു മുടി. കാന യബ്ലുഗു ശഅറുഹു ഷഹമത ഉദ്നൈഹി, റസൂലുള്ളാഹിൻ്റെ മുടി എത്താറുണ്ട് രണ്ട് ചെവിയുടെയും തൊട്ടിയിലേക്ക്, ചെവിത്തൊട്ടിയിലേക്ക് ചേരാറുണ്ട്. ഹദ്ദസന മുഹമ്മദ് ബിനു യഹ്യ ബിൻ അബി ഉമർ അൽ മക്കി എന്ന് തുടങ്ങി അൻ ഉമ്മി ഹാനിഇൻ ബിന്തി അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹ വ അൻഹും ഖാലത്ത്, അവർ പറയുന്നു, ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത ഖദുമത്തൻ, റസൂലുള്ള മക്കയിലേക്ക് ഒരു പ്രാവശ്യം മുന്നിട്ട് വന്നു. ഈ വരവ് മക്കം ഫത്തഹിൻ്റെ സമയത്തായിരുന്നു. 4 പ്രാവശ്യമാണ് ഹിജറക്ക് ശേഷം റസൂലുള്ള മക്കയിലേക്ക് മുന്നിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ഖുദൂമു ഉംറത്തുൽ ഖളായിൻ്റെ മുന്നിട്ട് വരൽ, ഖുദൂമു ഉൽ ഫത്ഹി, മക്കം ഫത്തഹിൻ്റെ അന്നത്തെ മുന്നിട്ട് വരവ്, ഖുദൂമു ഉംറത്തുൽ ജീറാനയിൽ വെച്ച് ഹിറാൻ ചെയ്ത് ഉംറ നിർവഹിച്ച ആ സമയത്തുള്ള വരവ്, ഖുദൂമു ഹജ്ജത്തുൽ വദാഇൻ്റെ മുന്നിട്ട് വരവ്. ഏതവസ്ഥയിൽ? വലഹു അർബഉ ഖദാഇറ, റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു മിടഞ്ഞ മുടി, 4 മിടഞ്ഞ മുടി മുന്നിലേക്ക് തൂക്കിയിട്ട രീതിയിൽ. ഖദാഇർ എന്ന് പറയുന്നത് ജമ്മു ഖദീറത്താണ്. വഖഅഫി റിവായത്തിൽ ആത്തിയത്തി ബി ലഫ്ളി ലഫായിറ എന്ന ലഫ്ള് കൊണ്ട് വരാൻ പോകുന്ന റിവായത്തിലുണ്ട്. അത് ലഫീറത്തിൻ്റെ ബഹുവചനമാണ്. വകുല്ലു മിനൽ ഖദീറത്തി വൽ ലഫീറത്തി ബി മഅന ദുആബത്തി, ഖദീറത്ത് എന്ന് പറഞ്ഞാലും ലഫീറത്ത് എന്ന് പറഞ്ഞാലും ദുആബത്ത് എന്നാണ് അർത്ഥം. വഹിയ ദുആബത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുസ്ലത്തു മിനശ് ശഅരി ഇദാ കാനത്ത് മുർസലത്തൻ, മുടിയിൽ നിന്ന് ഒരു കൂട്ടം, ഒരു കെട്ടുമുടി അത് അയച്ചിടപ്പെട്ടതാണെങ്കിൽ, തലയിൽ കെട്ടിവെച്ചതല്ല. വകുല്ലു മിനൽ ഫൈൻകാനത്ത് മൽവിയത്തൻ അഖീസത്തുൻ, അത് തലയിൽ ചുരുട്ടി വെക്കപ്പെട്ടതാണെങ്കിൽ അഖീസത്ത് എന്ന പേര് പറയുക. അപ്പോൾ മെടഞ്ഞ മുടി 4 ഇതള് താഴേക്ക് ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ്, തൂക്കിയിട്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് റസൂലുള്ള വന്നത്. അടുത്ത ഹദീസ് അൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന ശഅറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുടി, കാന അതായിരുന്നു, ഇല അൻസാഫി ഉദ്നൈഹി, 2 ചെവിയുടെ പകുതി, ഓരോ ചെവിയുടെയും പകുതി വരെയായിരുന്നു, 2 ചെവികളുടെ പകുതി വരെ ആയിരുന്നു. വൽമുറാദു അന്നഹു യകൂനു കദാലിക ഫി ബഅദിൽ അഹ്വാലി, ചില സന്ദർഭങ്ങളിൽ അങ്ങനെയായിരുന്നു റസൂലുള്ളാഹിൻ്റെ മുടിയുടെ സ്ഥിതി ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഹദ്ദസന സുവൈദ് ബിൻ നസ്റിൻ തുടങ്ങി അനിബിന് അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ വ അൻഹും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ, കാന ആയിരുന്നു, യുസ്തിലു ശഅറഹു,
റസൂലുള്ളാഹിൻ്റെ മുടിയെ സദിൽ ചെയ്യുമായിരുന്നു. അതായത് യുർസിലു ഷഅറഹു ഹൗല റഅ്സിഹി, റസൂലുള്ളാഹിൻ്റെ തലയുടെ ചുറ്റുഭാഗത്തേക്കും മുടി ഇങ്ങനെ അയച്ചിട്ടിരുന്നു, ഇറക്കിട്ടിരുന്നു. വഖീല അലൽ ജബീനി, നെറ്റിത്തടത്തിൻ്റെ മേലാണ് അയച്ചിട്ടിരുന്നത്, അങ്ങനെയുണ്ട്. വകാനൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളായിരുന്നു, യഫ്രിഖൂന റൂസഹും, അവരുടെ മുടികളെ രണ്ട് ഭാഗമായിട്ട് വാരലാണ്. ഫർക്ക് എന്ന് പറഞ്ഞാൽ ഖിസ്മു ഷഅരി നിസ്ഫൈനി, മുടിയെ രണ്ട് ഭാഗമാക്കുക. നിസ്ഫു മിൻ ജാനിബിൽ യമീനി വ നിസ്ഫു മിൻ ജാനിബിൽ യസാരി, ഒരു ഭാഗം വലതുഭാഗത്തേക്കും ഒരു ഭാഗം ഇടതുഭാഗത്തേക്കും, രണ്ടു ഭാഗത്തേക്കും വഴിഞ്ഞിടുക. ഈ സദിലിന് നേരെ എതിരാണ്. സദിൽ എന്ന് പറഞ്ഞാൽ ഇർസാലാണ്, എല്ലാ ഭാഗത്തിലൂടെയും മുടി താഴേക്ക് ഇറക്കിയിടുക എന്നുള്ളതാണ് സദില്. അതിന് നേരെ വിപരീതമാണ് ഫർക്ക്. മുശ്രിക്കീകൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. വകാന അഹ്ലുൽ കിതാബി യുസ്തിലൂന റൂസഹും, അഹ്ലു കിതാബ് ജൂത ക്രിസ്ത്യാനികൾ ആയിരുന്നു, അവരുടെ തലകളെ എന്ന് പറഞ്ഞാൽ യുർസിലൂന അശ്ആറ റൂസിഹിം ഹൗലഹ, തലമുടികളെ തലക്ക് ചുറ്റും അയച്ചിടുന്നവരായിരുന്നു. അവരുടെ സ്ഥിതി അതായിരുന്നു. വകാന യുഹിബ്ബു, റസൂലുള്ള ഇഷ്ടം വെച്ചിരുന്നു, മുവാഫഖത്ത അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബിനോട് യോജിക്കലിനെ, ഫീമ ഒന്നിൽ, ലം യുമർ ഫിഹി, ആ ഒന്നിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ബിഷൈൻ ഒന്നോണ്ടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് ഐ ഫീമാലം യുത്ലബ് ഫീഹി മിൻഹു ഷൈഉൻ അലാ ജിഹത്തിൽ ഉജൂബി അബിൻ നദ്ബി, സുന്നത്തായ രീതിയിലോ ഉജൂബായ രീതിയിലോ ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനോട് ഒന്നും തേടപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ വിഷയത്തിൽ അഹ്ലു കിതാബിനോട് യോജിക്കാനാണ് റസൂലുള്ള ഇഷ്ടപ്പെട്ടിരുന്നത്. വഹുബ്ബുഹു മുവാഫഖത്തഹും കാന ഫി അവ്വലിൽ അംരി ഇൻദ ഖുദൂമിഹി അൽ മദീനത്ത, റസൂലുള്ള ഈ അഹ്ലു കിതാബിനോട് യോജിക്കണം എന്ന് ഇഷ്ടം വെച്ചിരുന്നത് മദീനയിലേക്ക് റസൂലുള്ള മുന്നിട്ട് വന്ന ആദ്യ സന്ദർഭത്തിലായിരുന്നു. ഫിൽ വഖ്തില്ലദീ കാന യസ്തഖ്ബിലു ഖിബ്ലതഹും ഫീഹി ലിതഅലിഫഹും ഫീമാ ഫലമ്മാ ലം യൻഫഅ ഫീഹിം ദാലിക, റസൂലുള്ള അവിടെ വന്നപ്പോൾ അവരുടെ ഖിബ്ലയിലേക്കാണ് മുന്നിട്ടിരുന്നത്. അന്ന് പിന്നെ സാദാ ഖിബ്ലയിലേക്ക് തിരിഞ്ഞതാണല്ലോ. അങ്ങനെ ആ സമയത്ത് അവരോട് യോജിക്കൽ ഇഷ്ടം വെച്ചിരുന്നത് അവർ ഈ റസൂലുള്ളാഹിനോട് ഒരു ഇൽഫത്ത്, ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായെങ്കിലോ എന്ന് കരുതി. ഫലമ്മാലം യൻഫഅ ദാലിക, ഇതൊന്നും അവരിൽ യാതൊന്നും ഫലം ചെയ്തില്ല. വഗലബത്ത് അലൈഹിമു ശഖ്വത്തു, പരാജയം അവരുടെ മേൽ മികച്ചു. ഓല പഴയ പടി തന്നെ ആയപ്പോൾ ഉമിറ ബി മുഖാലഫത്തിഹിം ഫി ഉമൂരിൻ കസീറ, ധാരാളം കാര്യങ്ങളിൽ അവരോട് എതിരാകണം എന്നുള്ളത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. അഹ്ലു കിതാബിനോട് യോജിക്കലിനെ ഇഷ്ടം വെച്ചതിൻ്റെ മറ്റൊരു കാരണം മുശ്രിക്കീങ്ങളോട് യോജിക്കാനല്ല അന്ന് റസൂൽ തെരഞ്ഞെടുത്തത് ഇതാണ്. അത് ഇവര് ഒരു പ്രവാചകന്മാരുടെ ശരീഅത്തിൻ്റെ ബഖിയ്യത്തായിരുന്നു പിടിച്ചിരുന്നത്. അഹ്ലു കിതാബ് അവർക്ക് വന്ന മൂസ ഈസ പ്രവാചകരുടെ ശരീഅത്തിൻ്റെ ആ ശേഷിപ്പുകളെ കൊണ്ട് പിടിച്ചവരായിരുന്നു, മുഴുവനില്ലെങ്കിലും ചിലതൊക്കെ. ഈ ബിംബാരാധകരാണല്ലോ മക്ക മുശ്രിക്കുകൾ. അവർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നുമില്ല, ഓരോ പിതാക്കൾ ചെയ്തു പോയത് അങ്ങനെ ചെയ്യുന്നു എന്ന നിലക്കാണ്. അപ്പോൾ പിന്നെ ഏതായാലും യോജിക്കാൻ നല്ലത് അഹ്ലു കിതാബാണെന്ന് നിലക്ക് യോജിച്ചു. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല എന്ന് കണ്ടപ്പോൾ നേരെ കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ആവുകയും ചെയ്തു എന്നാണ്. സുമ്മ ഫറഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു, പിന്നെ റസൂലുള്ള തൻ്റെ തലമുടിയെ രണ്ട് ഭാഗമായി വാരുകയാണ് ചെയ്തത്. ഐ അൽഖാ ശഅറഹു ഇലാ ജാനിബൈ റഅസിഹി,
തലയുടെ രണ്ടു ഭാഗത്തേക്ക് മുടിയിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഇത് അഹ്ലു കിതാബിനോട് യോജിക്കാതെ അതിന് തെറ്റാനുള്ള കാരണം അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ തത്വം അന്നൽ ഫർഖ അൻളഫു വ അബ്അദു അനിൽ ഇസ്റാഫി. ഫർക്കാകുമ്പോൾ മുടി കൂടുതൽ വൃത്തിയിലും ശുദ്ധിയിലൊക്കെ ഉണ്ടാവും. പിന്നെ അതിനെ കഴുകുന്നതിൽ അമിതം കാണിക്കേണ്ട ആവശ്യം വരില്ല, വല്ലാതെ കഴുകേണ്ടതും വരില്ല. അതുപോലെ തന്നെ സ്ത്രീകളോട് സാദൃശ്യമാകുക എന്നതിനെ തൊട്ടും കൂടുതൽ അകന്നു നിൽക്കും ഇത്. അങ്ങനെയൊക്കെ ആയപ്പോൾ റസൂലുള്ള ആ വഴിയാണ് പിന്നെ സ്വീകരിച്ചത്. അപ്പോൾ മുടി രണ്ടു നിലക്കും ചെയ്യൽ ജായിസാണ് എന്ന് ഹദീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഫർക്കാണ് അഫ്ദൽ. റസൂലുള്ള അതിലേക്കാണല്ലോ അവസാനം മടങ്ങിയത്. അത് ഉജൂബൊന്നുമില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ സഹാബികളിൽപ്പെട്ട പലവരും ഈ റസൂലുള്ള ഇങ്ങനെ ഫർക്ക് മുടി രണ്ട് ഭാഗമായി വാർന്നിട്ടതിന് ശേഷവും അവർ മുടി താഴേക്ക് തൂക്കിയിടുന്നവർ പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് കാര്യവും ചെയ്യാം, പക്ഷെ ഫർക്കാണ് ഏറ്റവും നല്ലത്. ഹദ്ദസന മുഹമ്മദ് ബിനു ബഷാരിൻ തുടങ്ങി അൻ ഉമ്മി ഹാനിഇൻ റളിയല്ലാഹു അൻഹ ഖാലത്ത്. ഉമ്മുഹാനി എന്നവരെ തൊട്ട് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഹദീസ്. ഖാലത്ത് അവർ പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു, ദാ ലഫായിറ അർബഇൻ, 4 ഇതളുകളായി മുടി മുടഞ്ഞിട്ടവരായിട്ട് ഞാൻ കണ്ടു. അതാ അർബഉ ഖദായിറ എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ വേറൊരു റിവായത്താണ് മഹദി അവറുകളുടേത്. ഒരേ അർത്ഥം തന്നെ. ബാബു മാ ജാഅ ഫീ തറജ്ജുലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂല് മുടി വാർന്നതിൽ വന്ന ഹദീസ്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറയുന്നു, കുന്തു ഉറജ്ജിലു റഅസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഹായിളുൻ, ഞാൻ ഹൈദ് ഉള്ളവളായിരിക്കെ തന്നെ റസൂലുള്ളാഹിൻ്റെ മുടി ഞാൻ വാരുന്നവരായിരുന്നു എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള മുടി വാർന്നിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാധ്യം. ഈ ഹദീസിൽ പിന്നെ ഹായിലിൻ്റെ കൈ ശുദ്ധിയുള്ളതാണ്, മറ്റു ശരീരങ്ങളൊക്കെ. അതുപോലെ തന്നെ ആ ഹൈലിനോട് കൂടിക്കലറൽ കറാഹത്തില്ല. ഭാര്യക്ക് പിന്നെ അവളുടെ തൃപ്തി അനുസരിച്ചു കൊണ്ടും ഭർത്താവിന് ഖിദ്മത്തെടുക്കൽ ഹലാലാണ്. ഭർത്താവിൻ്റെ ഖിദ്മത്തിനെ സ്വയം ഏറ്റെടുക്കൽ ഭാര്യക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നു എന്ന് അൽ മവാഹിബുൽ ലദുന്നിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു, യുക്സിറു ദഹ്ന റഅസിഹി വ തസ്രീഹ ലിഹിയതിഹി, റസൂലുള്ളാഹ് തൻ്റെ തല എണ്ണ കൊടുക്കലിനെ അധികരിപ്പിച്ചിരുന്നു, താടി വാരലിനെയും അധികരിപ്പിച്ചിരുന്നു. അപ്പോൾ സൈത്ത് എണ്ണ റസൂൽ തേച്ചിരുന്നു. ഇതിനെ വർദ്ധിപ്പിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നമാക്കാന ഫി വഖത്തിൻ ദൂന വഖത്തിൻ വഫി സമനിൻ ദൂന പിന്നെ ദൂന ആഖറ. ഇടക്കിടക്ക് റസൂൽ അങ്ങനെ ചെയ്തു പോരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാ സമയത്തും എണ്ണ തേച്ചുകൊണ്ട് തന്നെ നടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ശേഷം പറയാൻ പോകുന്ന ഹദീസുകളിലൊക്കെ ആ നിലക്കുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹ് നഹി ചെയ്തിട്ടുണ്ട് അനിൽ ഇദ്ദിഹാനി ഇല്ലാ റിബ്ബൻ ഈ ഇദ്ദത്തി ഹദീസ്. ധാരാളം ഹദീസുകളിൽ ഇടക്കിടെ മാത്രമേ എണ്ണ ഇടാവൂ, അല്ലാത്ത നിലക്ക് എപ്പോഴും എണ്ണ ഇടലിനെ തൊട്ട് റസൂൽ വിരോധിച്ചു എന്ന ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ
റസൂലുള്ള തലയിൽ എണ്ണ ഇടലിനെ അധികരിപ്പിക്കാറുണ്ട് എന്നാണ്. ഇടയ്ക്കിടെ ഒക്കെ എണ്ണ ഇടാറുണ്ട്. അതുപോലെ തന്നെ താടി വാരലിനെയും അധികരിപ്പിക്കാറുണ്ട്. വയുക്സിറുൽ കിനാ, റസൂലുള്ള കിനാഴിന് നേരർത്ഥം മക്കന എന്നൊക്കെയാണ് പറയുക. പക്ഷേ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ആ എണ്ണ തലൻ്റെ മേൽ തല കെട്ടുമ്പോൾ അതിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി തലൻ്റെ മേൽ ഒരു തുണിക്കഷ്ണം വെക്കും. ആ തുണിക്കഷ്ണത്തിന് പറയുന്ന പേരാണ് കിനാഴ്. ഹത്താക്ക അന്ന സൗബഹു സൗബു സയ്യാത്തിൻ, എത്രത്തോളം റസൂലുള്ളാഹിൻ്റെ വസ്ത്രം ഒരു ജെയ്ത്ത് ഒലീവ് എണ്ണ വിൽക്കുന്നവൻ്റെ വസ്ത്രം പോലെ, അതല്ലെങ്കിൽ ഒലീവ് എണ്ണ ഉണ്ടാക്കുന്ന ആളുടെ വസ്ത്രം പോലെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ തലയിൽ റസൂലുള്ള ഈ എണ്ണ തലകെട്ടുമേലും മുണ്ടുമേലൊന്നും ആകാതിരിക്കാൻ വേണ്ടി ഈ തുണി വെക്കൽ നല്ലോണം ചെയ്യലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇത് തഹത്തൽ ഇമാമത്തി, തലകെട്ടിൻ്റെ താഴെയായിരുന്നു. ലി വിഖായത്തിഹ വൈരിഹ മിന സിയാബി അനി ദുഹിനി, വസ്ത്രങ്ങൾ തലകെട്ട് മാത്രമല്ല, തലേന്ന് എണ്ണ പറ്റിയാൽ മറ്റു വസ്ത്രങ്ങളിലും ആവുമല്ലോ. ആ വസ്ത്രങ്ങളൊക്കെ എണ്ണയെ തൊട്ട് കാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷാബി പറയുന്നു, നിശ്ചയം കാര്യം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു, ല യുഹിബ്ബു തയമ്മുന, റസൂലുള്ള വലത്തേതിനെ മുന്തിക്കൽ ഇഷ്ടം വെച്ചിരുന്നു. ഫി തുഹൂരിഹി, റസൂലുള്ളാഹിൻ്റെ ശുദ്ധീകരണത്തിലൊക്കെ. ഇതാ തത്തഹറ, ശുദ്ധീകരിക്കുമ്പോൾ, അപ്പോഴൊക്കെ ആദ്യം വലത് കഴുകുക, പിന്നീട് ഇടത് കഴുകുക എന്നിങ്ങനെ ചെയ്യാറുണ്ട്. അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടവുമാണ്. വഫി തറജുലിഹി, ഇതാ തറജല, മുടി വാരുമ്പോൾ ആ മുടി വാരുന്ന ഘട്ടത്തിലും വലത് ഭാഗം മുന്തിക്കാറുണ്ട്. വഫിന്തി ആലിഹി ഇതെന്തായാല, ചെരുപ്പ് ധരിക്കുമ്പോൾ ആ ചെരുപ്പ് ധരിക്കുന്നതിലും റസൂലുള്ള വലത്തതിനെ മുന്തിക്കലിനെ ഇഷ്ടം വെച്ചിരുന്നു. അൻ അബ്ദുല്ലാഹി ബിൻ മുഗഫലിൻ റളിയല്ലാഹു അൻഹു വഅൻഹും ഖാല, അവർ പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്, അനി തറജുലി ഇല്ലാ ഖിബ്ബൻ, മുടിവാരലിനെ തൊട്ട് റസൂലുള്ള വിരോധിച്ചു. ഇല്ലാ ഖിബ്ബൻ, ഇടയ്ക്കിടെ ഒഴികെ. അപ്പോൾ ഇടയ്ക്കിടെ മാത്രമേ അത് ചെയ്യാവൂ. അൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനി അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അസ്ഹാബിൽ നിന്ന് റജുലിനെ തൊട്ട്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ള കാന ആയിരുന്നു, യതറജ്ജലു ഖിബ്ബൻ, മുടി വാരുന്നവരായിരുന്നു ഇടയ്ക്കിടെ. യഫ്അലുഹു ഹീനൻ വയത്റുക്കുഹു ഹീനൻ, ഇടക്ക് ചെയ്യും ഇടക്ക് ഒഴിവാക്കും. വലാ യുവാദിബു അലൈഹി, അതിൻ്റെ മേൽ പതിവായി ചെയ്യൂല. കാരണം അങ്ങനെ പതിവാവുക എന്നുള്ളത് സീനത്തിൽ വല്ലാതെ കൊണ്ടുപിടിച്ചിരുന്നു എന്നൊരു സൂചന കിട്ടുള്ളൂ. അപ്പം അത് റസൂല ചെയ്യാറില്ല എന്നർത്ഥം. ബാബു മാ ജാഅ ഫി ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരയിൽ വന്ന ഹദീസ്. അൻ ഖത്താദത ഖാല, ഖത്താദത്ത് എന്നവർ പറയാണ്, ഖുൽതുലി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഞാൻ ചോദിച്ചു, ഹൽ ഖലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂല് നരക്ക് ചായം കൊടുത്തിരുന്നോ? ഖാല, അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ലം യബ്ലുഗ് ദാലിക, റസൂലുള്ളാഹിന്റെ മുടി ആ ചായം കൊടുക്കുന്നതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ പിന്നെ റസൂലുള്ള എത്തിയിട്ടില്ല ഈ ചായം കൊടുക്കുന്നതിലേക്ക്. അങ്ങനെയൊക്കെ പല നിലക്കും അവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്.
ആ ചായം കൊടുക്കേണ്ട പരിധിയിലേക്ക് റസൂലുള്ളാഹിൻ്റെ ആ മുടിയുടെ നിര എത്തിയിട്ടില്ല എന്ന അർത്ഥത്തിൽ. മാ ബലഗ ഷൈബുഹു ദാലിക ഇന്നമാ കാന ഷൈബൻ ഫി സുദ്ഗൈഹി, നിശ്ചയം അത് റസൂലുള്ളാഹിൻ്റെ 2 ആട്ടുചെന്നിയിൽ ഉള്ള നിരയായിരുന്നു. അവിടെ ഉള്ള മുടിമ ഒരു ചെറിയ നിരയുണ്ട്, അവിടെ മുളച്ച മുടിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു കളറ് കൊടുക്കാൻ മാത്രം ഉള്ള നിരയൊന്നും റസൂലുള്ളാഹിൻ്റെ മുടിക്ക് വന്നിട്ടില്ല എന്നൊരർത്ഥത്തിൽ. റസൂലുള്ളാഹി എന്നാലും അവിടെ കളർ കൊടുത്തിട്ടുണ്ട് എന്ന് വെക്കണം. ഇവിടെ റസൂലുള്ളാഹി കളർ കൊടുത്തിട്ടില്ല, നരച്ച മുടി മൗലാഞ്ചിട്ട് നിറം മാറ്റിയിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൻ്റെ ഉദ്ദേശമെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ ഈ നരച്ച മുടിക്ക് കളർ കൊടുത്തതായി വന്ന ഹദീസുകളുണ്ട്. അപ്പോൾ അനസ് തങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അവിടെ ചില ഇമാമുകൾ അബൂ ഹുറൈറ അനസ് തങ്ങളാ പറഞ്ഞത് ഇന്നമാ ഖാലഹു ബി ഹസ്ബി ഇൽമിഹി, അവരുടെ അറിവനുസരിച്ച് അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞവരുണ്ട്. അത് അനസ് തങ്ങളെ സംബന്ധിച്ച് യോജിപ്പില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ നിരന്തര ഖാദിമായി ഒപ്പുള്ള ഒരാൾ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതേ. അപ്പോൾ ഇവിടെ ഏറ്റവും പറയാൻ നല്ലത് ലം യകും ഫി ശഅരിഹി മാ യഹ്താജു ഇലൽ ഖിലാബി, കളർ കൊടുക്കാൻ മാത്രം ആവശ്യമാവുന്ന നരച്ച മുടിയൊന്നും റസൂലുള്ളാഹിൻ്റെ മുടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വച്ചാൽ മതി. ഇനി റസൂലുള്ളാഹി ചില സമയത്ത് കളർ കൊടുക്കലുണ്ട്, ചില സമയത്ത് കളർ കൊടുക്കലില്ല. കൊടുക്കാത്ത സമയത്തേത് കണ്ടപ്പോൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതാണ്. കൊടുത്തു എന്ന് പറഞ്ഞവർ അത് കൊടുത്ത സമയത്ത് കണ്ടത് അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെയും വെക്കാം. ഇനി റസൂലുള്ളാഹി അങ്ങനെ കളർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദായിമായിട്ട് എപ്പോഴും അങ്ങനെ കൊടുക്കലില്ല, അതല്ലെങ്കിൽ ഗാലിബിലും കൊടുക്കലില്ല, ഇടയ്ക്കൊക്കെ കൊടുക്കലുണ്ട് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയൊക്കെ വിശദീകരണം പറഞ്ഞവരുണ്ട്. വലാക്കിൻ അബൂബക്കറിൻ, എങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖലബ, നരച്ച മുടിക്ക് കളറ് കൊടുത്തു, ബിൽ ഹിന്ന, ഈ മൈലാഞ്ചി കൊണ്ടും, വൽ കെത്തമി, കെത്തമ്മ് കൊണ്ടും. കെത്തമ്മ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, അമരി. ഒരു കെത്തമ്മ് എന്ന് പറഞ്ഞാൽ അതൊരു ചെടിയാണ്. നബുത്തുൻ ഫീഹി ഹുംറത്തുൻ, ഒരു ചെടിയാണ്, അതിലൊരു ചുവപ്പാണ് ആ ചെടിയിൽ നിന്ന് വരിക. യുഹ്ലത്തു, അതിനെ കലർത്തപ്പെടും, ബിൽ വസ്മത്തി, വസമത്ത് എന്ന അമരി ഇല. എന്നിട്ട് യുഖ്തലബു ബിഹി, അതുകൊണ്ട് കളർ കൊടുക്കപ്പെടും, ലി അജലി സവാദി, അപ്പം കറുപ്പാണ് അതുകൊണ്ട് കറുത്ത ഉണ്ടാവുക. വസമത്ത് എന്ന് പറഞ്ഞത് അമരി ഇല എന്നാണ് എൻ്റെ അർത്ഥം. നബുത്തുൻ യുഖ്തലബു ബി വറഖിഹി. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ എല്ലാ ഹിന്നാവ് കൊണ്ടും കളർ കൊടുത്തിട്ടുണ്ട്, ഈ കത്തമ്മ് കൊണ്ടും കൊടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് കൂട്ടിക്കലർത്തിയിട്ടല്ല, വെവ്വേറെ വെവ്വേറെയായിട്ട് എന്ന അർത്ഥത്തിലാണ് ഒരു വിശദീകരണം. കാരണം രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാൽ മുടി കറക്കും എന്നാണ്. മുടി കറുത്ത നിലക്ക് കറുപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ ഹിന്നാ കൊണ്ട് കളർ കൊടുക്കും, ചിലപ്പോൾ കത്തമ്മ് കൊണ്ട് കൊടുക്കും. അപ്പോൾ തനി കറുപ്പല്ല, ഒരു ചുവപ്പിലേക്ക് ചായവുള്ള ഒരു കറുപ്പായിട്ടാണ് വരിക ഈ കത്തമ്മ് കൊണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഹിന്നാവ് കൊണ്ടാകുമ്പോൾ തനി ചുവപ്പാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടി കൂട്ടി ഉപയോഗിച്ചാൽ കറുപ്പിൻ്റെയും ചുവപ്പിൻ്റെയും ഇടയിലുള്ള ഒരു കളറാണ് വരിക. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, കൂട്ടി ഉപയോഗിച്ചാലും എന്ന് വിശദീകരണം പറഞ്ഞവരുമുണ്ട്. ഏതായാലും സിദ്ദീഖ് തങ്ങൾ ഇത് രണ്ടുകൊണ്ടും കളർ കൊടുത്തിരുന്നു എന്നർത്ഥം.
عن أنس رضي الله عنه قال ما عددت في رأس رسول الله صلى الله عليه وسلم ولحيته إلا 14 شعرة بيضاء. അള്ളാഹിൻ്റെ റസൂലിൻ്റെ തലയിലും താടിയിലുമായി വെളുത്ത 14 മുടിയെ ഒഴികെ ഞാൻ എണ്ണിയിട്ടില്ല. അപ്പോൾ ആകെ 14 മുടിയെ രണ്ട് സ്ഥലത്തും കൂടി ഉള്ളൂ നരച്ചത്. അൻ സിമാക്കി ബിൻ ഹർബിൻ ഖാല സമീഅതു ജാബിറ ബിൻ സമുറത വഖദ് സുഇലാൻ ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ നിരയെ സംബന്ധിച്ച് ജാബിർ ബിൻ സമുറത്തിനോട് ചോദിക്കപ്പെട്ടത്, അതിന് മറുപടി മൂപ്പര് പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് സിമാക്ക് ബിൻ ഹർബ് പറയാണ്. ഫഖാല, അവർ പറയുന്നു, കാന ഇദാ ദഹന റഅസഹു, റസൂലുള്ളാഹ് തൻ്റെ തലമുടിയെ എണ്ണ കൊടുത്താൽ ലം യുറ മിന്നു ഷൈബുൻ, ആ തലയിൽ നിന്ന് നിരയെ കാണപ്പെടുകയില്ല. വൈദാലം യദ്ഹിൻ, റസൂലുള്ളാഹ് എണ്ണ കൊടുത്തില്ലെങ്കിലോ റുഇയ മിന്നു, അപ്പോൾ അതിൽ നിന്ന് ആ നരച്ച മുടിയെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എണ്ണ കൊടുക്കുമ്പോൾ ആ മുടിയുടെ നിര ഇങ്ങോട്ട് കാണൂല. എണ്ണയുടെ ആ തിളക്കം കൊണ്ട് നിര ആണോ അത് എണ്ണയുടെ തിളക്കാണോ എന്നുള്ള ഒരു ഇൽത്തിബാസ് വരും എന്നർത്ഥം. എണ്ണ കൊടുക്കാഞ്ഞാൽ ആ മുടി ശരിക്കും വാഹിറാവുമല്ലോ, അപ്പോൾ റസൂൽ നിര കാണും ചെയ്യും. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നരച്ച മുടി എണ്ണിയപ്പോൾ തലയിലും താടിയിലുമായി 14 ഞാൻ എണ്ണിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചില റിവായത്തിൽ 20 ചില്ലാനം എന്ന് വന്നിട്ടുണ്ട്. വേറെ അനസ് തങ്ങളെ തൊട്ട് തന്നെ വന്ന ഒരു റിവായത്തിൽ താടിയിലും തലയിലുമായി 17 അതല്ലെങ്കിൽ 18 നരച്ച മുടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഖ്തിലാഫുണ്ട്. അത് ഇഖ്തിലാഫുൽ അസ്മാൻ, സമയങ്ങളുടെ ആ വ്യത്യസ്ത സമയങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ളതാണ് ആ പറഞ്ഞത് എന്ന് വെക്കേണ്ടി വരും. ഒരു സമയത്ത് എണ്ണിയപ്പോൾ അങ്ങനെയായിരുന്നു, വേറെ സമയത്ത് എണ്ണിയപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു എന്ന രീതിയിലായിരിക്കണം എന്നൊക്കെയാണ് അതിനെ അയിമത്ത് വിശദീകരിച്ചിട്ടുള്ളത്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ്, ഇന്നമാ കാന ശൈബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിരയായിരുന്നു, നഹവം മിൻ 20 ശഅറ, 20 ചില്ലാനം മുടിയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 20 അടുത്തത് എന്നർത്ഥം. അനിബിന് അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ്, അബൂബക്കർ തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഖദ് ശിബ്ത, തങ്ങൾ നരച്ചല്ലോ നബിയെ. ഖാല റസൂലുള്ളാഹ് പറഞ്ഞു, ശയ്യബത്തിനി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാതു വഅമ്മ യതസാഅലൂന വഇദ ശംസു കുബിറത്, ഈ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത്. ഐവ അംസാലുഹ, അതുപോലെയുള്ള സൂറത്തുകളുമാണ് എന്നെ നരപ്പിച്ചത്. അതുപോലെയുള്ള സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുകൾ റസൂലുള്ളാഹിൻ്റെ നിരക്ക് കാരണമായി. അതിന് കാരണം പറയുന്നത് ലിസ്തിമാലിഹ അലാ ബയാനി അഹ്വാലി സുഅദാഇ വൽ അഷ്ഖിയാ, ഇവ സുഅദാ വിജയിച്ചവരും പരാജിതരുമായ ആളുകളുടെ അവസ്ഥകളെ വിവരിക്കുന്നുണ്ട്. വഹ്വാലിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകൾ വിവരിക്കുന്നുണ്ട് ഇവയിൽ. അപ്പോൾ അതുപോലെ പ്രയാസകരമായ പല വിഷയങ്ങളും വിവരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെട്ടു പല കാര്യങ്ങളും, അതാണ് എന്നെ നിരയിലേക്ക് എത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അൻ അബി ജുഹൈഫത ഖാല ഖാലു യാ റസൂലല്ലാഹ്,
സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, നറാക ഖദ് ശിബ്ത, തങ്ങളെ ഞങ്ങൾ കാണുന്നു തങ്ങൾ നിരച്ചതായിട്ട്. ഖാല റസൂലുള്ള പറഞ്ഞു, ഖദ് ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ, എന്നെ നരപ്പിച്ചത് സൂറത്ത് ഹൂദും സൂറത്ത് ഹൂദിൻ്റെ സഹോദരിമാരായ മറ്റു സൂറത്തുകളുമാണ്. അൻ അബി റിൻസത്ത തൈമി റബാബി എന്നിവരെ തൊട്ട്. ഖാല അതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിലേക്ക് ഞാൻ ചെന്നു. ഓ മഈ ഇബ്നുല്ലി, എൻ്റെ കൂടെ എൻ്റെ ഒരു മകനുമുണ്ട്. ഖാല, അവർ പറയാണ്, ഫ ഉരീത്തുഹു, ഞാൻ റസൂലുള്ളാഹിനെ എനിക്ക് റസൂലുള്ളാഹിനെ കാണിക്കപ്പെട്ടു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ലമ്മ റഅയ്തുഹു, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടപ്പോൾ, ഹാദാ നബിയുല്ലാഹി, ഞാൻ പറഞ്ഞു റസൂലിനെ കണ്ടപ്പോൾ, ഇത് അള്ളാഹിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അലൈഹി സൗബാനി അഖ്ളറാനി, ആ റസൂലുള്ളാഹിൻ്റെ മേൽ പച്ച 2 വസ്ത്രമുണ്ട്. വലഹു ഷഅറുൻ, റസൂലുള്ളാഹിക്ക് മുടിയുണ്ട്. ഖദ് അലാഹു ഷൈബു, ആ മുടിക്ക് മേലെയായി നിരയുണ്ട്. എന്നാൽ നിര ഇങ്ങനെ മേലെ കാണുന്നു. വ ഷൈബുഹു അഹ്മറു, ആ നരച്ച മുടിയാണെങ്കിലോ കടും ചുവപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന് ചായം കൊടുത്തിട്ടുണ്ട്. അൻ സിമാക്ക് ബിൻ ഹർബിൻ ഖാല, അവർ തൊട്ട്, ഖീലലി ജാബിർ ബിൻ സമുറത്ത, ജാബിർ ബിൻ സമുറത്തിനോട് ചോദിക്കപ്പെട്ടു, അ കാന ഫീ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈബുൻ, റസൂലുള്ളാഹിന്റെ തലയിൽ നിര ഉണ്ടായിരുന്നോ? ഖാല, അവർ പറഞ്ഞു, ലം യകും ഫീ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തലയിൽ ഉണ്ടായിട്ടില്ല ഷൈബ്, നിര ഉണ്ടായിട്ടില്ല. ഇല്ലാ ഷഅറാത്തുൻ, ഏതാനും മുടികൾ ഒഴികെ, ഫി മഫിദിഖി റഅസിഹി, തലയുടെ ആ മഫിദിഖിൽ, ഇദദ്ദഹന വാറാഹുന്നദ്ദുഹനു, റസൂലുള്ള എണ്ണ കൊടുത്ത എണ്ണ അവയെ മറക്കും. ആ രീതിയിൽ റസൂലുള്ളാഹിൻ്റെ ആ മൂർധാവിൻ്റെ ഭാഗത്ത് ഏതാനും മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുടി വാർന്നിടുന്ന ആ സ്ഥലം. ഈ വിശദീകരണങ്ങളൊക്കെ ജംഉൽ വസാഇൽ, അതുപോലെ തന്നെ മുനാവി, അതുപോലെ അൽ മവാഹിബുൽ ലദുന്നിയ, ഹാഷിയത്തുൽ ബാജൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവയിലൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്.